നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. വടകരയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് തുടങ്ങിയതാണ് വിവാദങ്ങൾ. അതിപ്പോഴും അവസാനിക്കുന്നില്ല. കേരളത്തിന് തന്നെ ആകെ നാണക്കേടായ വിവാദങ്ങൾ കൂടിയാണ് അവിടെ നിന്ന് ഉയരുന്നത്. വോട്ടെടുപ്പിൻ്റെ തലേന്നാണ് ഒരു വിവാദം ഉയർന്നത്. ഒരു മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകനായ മുഹമ്മദ് ഖാസിം എന്ന് പറയുന്ന വ്യക്തി അവിടുത്തെ യൂത്ത് ലീഗിൻ്റെ ഒരു ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടുവെന്നും അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് പ്രചരിച്ചത്. അതിൽ 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ സ്ഥാനാർത്ഥി വേണോ അതോ കാഫിറായ സ്ത്രീ വേണോ, ഇതിൽ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്, അത്തരത്തിൽ വർഗീയമായി അവിടുത്തെ സ്ഥാനാർത്ഥികളെ തമ്മിൽ വേർതിരിക്കുന്ന തരത്തിലേക്ക്, അവരുടെ മതം നോക്കി വേർതിരിക്കുന്ന തരത്തിലേക്ക് ഒരു പ്രചരണം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന പേജിലേക്കാണ് ആദ്യം ഈ മെസ്സേജ് വരുന്നത്. ഇങ്ങനെ അവിടെ നിന്നുള്ളൊരു സ്ക്രീൻഷോട്ട് വരുന്നത്. അതിനുശേഷം പിന്നീട് മുൻ MLA KK ലതിക അടക്കം അത് എന്ത് വർഗീയതയാണിടൂ എന്ന് ചോദിച്ച് അത് പ്രചരിപ്പിക്കുന്നു. അതിനെതിരെ LDFൻ്റെ കേസ് വരുന്നു. ഇങ്ങനൊരു പ്രചരണം താൻ നടത്തിയിട്ടില്ല, തനിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പില്ല എന്നും ആ ഗ്രൂപ്പിൽ അങ്ങനെ ഒരു സാധനം താൻ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ഖാസിം തന്നെ പോലീസിനെ സമീപിക്കുന്നു. എന്തായാലും മുഹമ്മദ് ഖാസിമിനെതിരെ കേസ് വരുന്നു. ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞു, എന്നിട്ടും കേസിന് മുന്നോട്ട് പോകുന്നില്ല. അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ പോലീസ് റിപ്പോർട്ട് നൽകുന്നത് മുഹമ്മദ് ഖാസിം അല്ല ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത്, അതിന് തെളിവുകൾ ഒന്നും ഇല്ല എന്ന് പറയുന്നു. എങ്കിൽ ആരാണ് ഇത് ചെയ്തത്? അത് കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ മതേതര മൂല്യങ്ങളെ സംബന്ധിച്ചെല്ലാം അപഹസിക്കുന്ന, അല്ലെങ്കിൽ അതിനെല്ലാം അവഹേളിക്കുന്ന, വോട്ടർമാരെ വില കുറച്ച് കാണുന്ന ഒന്നുകൂടിയായി ഈ പ്രയോഗം. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ ദാസൻ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീദാസൻ, താങ്കൾ അറിഞ്ഞു കാണുമല്ലോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാഫിർ പ്രയോഗം ഉയർത്തിവിട്ട വിവാദങ്ങളും അതിനെ ചൊല്ലിയുണ്ടായ കേസുമെല്ലാം. ഇപ്പോൾ അവസാനം അന്ന് പ്രതിയാണെന്ന് സംശയിച്ചിരുന്ന, അല്ലെങ്കിൽ പ്രതിയാണെന്ന് ഒരു വിഭാഗം പ്രചരിപ്പിച്ചിരുന്ന മുഹമ്മദ് ഖാസിമിനെതിരെ ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായ തെളിവുകളൊന്നുമില്ല എന്ന് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പിലൊക്കെ ഇത്തരത്തിൽ വർഗീയത മുറ്റി നിൽക്കുന്ന പ്രചരണം നടത്തുമ്പോൾ ഇതിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണ്ടേ? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് കണ്ടെത്തിയേ പറ്റൂ. കാരണം തീക്കൊള്ളിയിൽ കൂടെ തലയോറയിലാണ്. ഇപ്പൊ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ വർഗീയമായിട്ട് അവർ ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ ആകെ അവിടെ കഴിയുമ്പോൾ പാട്ടുമാറി അയക്കണ്ടല്ലേ, നമ്മൾ ആലപ്പുഴയിലെ ആരിഫ് അയക്കണ്ടല്ലേ. മുസ്ലിങ്ങൾ അങ്ങനെ ചിന്തിച്ചതേ ഇല്ല. അവർ ഒറ്റക്കെട്ടായി UDF വോട്ട് ചെയ്തു. ഈ KK ലതികനെ പോലത്തെ ആ തോറ്റ മുൻ MLA അവരൊക്കെ കുറച്ചും കൂടെ പക്വത കാണിക്കണം. കാരണം അവരൊക്കെ ഒരു സ്ത്രീയല്ലേ, ഒരു അമ്മയല്ലേ, അവരൊക്കെ കുറച്ചുകൂടെ ന്യായമായി നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുപ്പക്കാരൊന്നും ആകെ അവരൊക്കെ നല്ല പക്വത രാഷ്ട്രീയ നേതാവല്ലേ, ഒരു 5-10 MLA ആളാണ്. അവരൊക്കെ കുറച്ചുകൂടെ പക്വത കാണിക്കണം. ഈ നാട്ടിൽ കലാപം വ്യക്തമാണ്. പാലക്കാട് നിന്നും ശ്രീ ജമാൽ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജമാൽ, കേരളത്തിനാകെ നാണക്കേടാണ് ഇത്തരം ഒരു വിവാദം. ഇതിൽ ആരാണ് ശരിയായ പ്രതി എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിലൊക്കെ ഇത്തരം മോശപ്പെട്ട രീതിയിലേക്ക് വർഗീയത കുത്തി ചെലുത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വോട്ട് നേടാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം മോശമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ സർക്കാർ നിലനിൽക്കുന്നത് വരെ ഇതിലെ പ്രതി ആരാണെന്ന് കണ്ടെത്താൻ സാധിക്കില്ല. കാരണം പ്രതി ആരാണെന്ന് കണ്ടെത്തണമെങ്കിൽ KK ലതികയെ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം. കാരണം മോഹന്റെ മകനാണ് ഈ പോസ്റ്റ് ഇട്ടതായിട്ട് ഇവിടെ വന്നത്. അതെന്തോ ആകട്ടെ. ഈ മുൻ കാഫിർ എന്ന പ്രയോഗം നടത്തി എന്ന് പറഞ്ഞത്, ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടായി എന്ന് പറഞ്ഞതും അവിടുത്തെ ശൈലജ ടീച്ചറാണ്. ടീച്ചർ എന്നൊക്കെ ശൈലജയാണ്. ഈ സ്ത്രീ തന്നെ ആദ്യം തന്നെ പറഞ്ഞത് ക്ലിപ്പ് കണ്ടു, ഞാനേ അറച്ചു, ഇവർക്ക് ഉമ്മയും പെങ്ങന്മാരും ഇല്ലേ എന്നൊക്കെയാണ് പറഞ്ഞത്. ക്ലിപ്പ് കണ്ടു എന്ന് അവർ പറഞ്ഞില്ല, അങ്ങനെ ഉണ്ട് എന്ന രീതിയിലേക്കാണ് പറഞ്ഞത്. ആദ്യം കണ്ടു എന്ന് പറഞ്ഞു, ക്ലിപ്പ് ഇല്ല രണ്ടും പറഞ്ഞു. ക്ലിപ്പ് കണ്ടു. നമ്മൾ പലതവണ അത് പിന്നീട് എല്ലാം പരിശോധിച്ചാൽ കണ്ടു എന്നല്ല പറഞ്ഞത്, ക്ലിപ്പ് ഉണ്ട് എന്ന് അവർ പറഞ്ഞു. അത് പിന്നീട് നിഷേധിക്കുകയും ചെയ്തു. സംസാരിക്കുന്ന ക്ലിപ്പ് ഞാൻ അങ്ങോട്ട് വിട്ടുതരാം. ആ കണ്ടു എന്നും പിന്നെ അത് മാറ്റി പറഞ്ഞു. കണ്ടു എന്നല്ല, ക്ലിപ്പ് ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അത് പിന്നീട് മാറ്റി പറഞ്ഞു. ഇതിന്റെ അർത്ഥം എന്താണ്? 68% മുസ്ലിം സഹോദര സമുദായം ഉള്ള, മുസ്ലിങ്ങളുടെ സഹോദര സമുദായം ഉള്ള വടകരയില് ഈ ഇങ്ങനെ ശരി, ഓക്കെ. എന്നാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്നാലും താങ്കൾ പറഞ്ഞ ശതമാന കണക്കുകളിലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു കണക്കിൽ അതല്ല കണക്ക് അവിടുത്തെ. എന്തായാലും പാലയിൽ നിന്ന് ഉമേഷ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ഉമേഷ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. സാറേ, ഇന്ത്യ മുന്നിലെ ആൾക്കാർ തമ്മിലല്ല വിഷയം. BJP അല്ല, BJP ആണല്ലോ ഇവിടെ കേരളത്തിൽ വിഷയമുള്ളൂ. മതനിരപേക്ഷ എന്തെല്ലാം
എന്നതാ ഈ പറയുന്നത്, ഈ കേരളത്തിൽ കാണിക്കുന്ന ഈ വർഗീയത മുഴുവൻ പറിച്ചു വെച്ചുകൊണ്ട് ഈ BJP-യുടെ മുഖത്തോട്ടും മറ്റുള്ള സംസ്ഥാനത്തോട്ടും എല്ലാം പറയുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ തനി വർഗീയതയല്ലേ കാണിക്കുന്നത്, ഇവർ കാണിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തൊരു നാണംകെട്ട പ്രചരണമായിരുന്നു ഈ ഇലക്ഷൻ സമയത്ത് കാണിച്ച മുഴുവൻ. അപ്പൊ എന്തെങ്കിലും കാണിച്ചിട്ട് BJP എങ്ങനെ ഒരു ചെറിയതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതേ ആ വെള്ളാപ്പള്ളിയുടെ മുഖത്തോട്ട് കയറും എല്ലാവരും. വെള്ളാപ്പള്ളി വർഗീയത പറയുന്നു, അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു പറഞ്ഞു കയറും. ബാക്കിയുള്ള സമുദായങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആർക്കും ഒന്നും പറയാനുമില്ല, ഒന്നുമില്ല. ദൈവത്തിന്റെ സ്വന്തം നാട്, മതനിരപേക്ഷത. പിന്നെ കേരളത്തിൽ വീഴ്ചകൾ ഉണ്ടെങ്കിൽ ആ വീഴ്ചകൾ തുറന്നു പറയണം. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലും ദേശീയ തലത്തിലും കാണിക്കുന്ന മറ്റ് വീഴ്ചകളെല്ലാം റദ്ദാക്കി കളയാൻ ഒന്നും കഴിയില്ല. കേരളത്തിലെ വീഴ്ചകൾ നമ്മൾ തുറന്നു തന്നെ ചർച്ച ചെയ്യാം. അതുകൊണ്ട് മറ്റേതെല്ലാം ശരിയാണെന്ന് പറയരുത്. മറ്റതെല്ലാം തെറ്റാതല്ല പറഞ്ഞത്. അവിടെ ഉള്ളൂ, ഇവിടെ പ്രശ്നമില്ല. ഇവിടെ കേരളത്തിലൊന്നും ഒരു പ്രശ്നമില്ല. ഇവിടെ പ്രശ്നമില്ല എന്നുള്ളതല്ലോ. അതുകൊണ്ട് അതെല്ലാം ശരിയാവുന്നൊന്നുമില്ല. അവിടെയും ഇതിനേക്കാൾ വലിയ വർഗീയ പ്രചരണങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിനെ എതിർക്കണം. ഇവിടെ നടത്തിയാൽ ഇവിടുത്തെ വർഗീയ പ്രചരണങ്ങളെ എതിർക്കണം. അതെ വെളിയിലേ ഉള്ളൂ, കേരളത്തിലൊന്നുമില്ല. കേരളത്തിൽ ഒരു പ്രശ്നമില്ല. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം എന്തായാലും നമുക്ക് വ്യക്തമാണ്. താങ്കളുടെ രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ അത്തരത്തിൽ താങ്കൾക്ക് പ്രതികരിക്കാൻ സ്വാഭാവികമാണ്. എന്തായാലും സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരം. പിന്നെ ഇവിടെ ഈ കേരളത്തില് UDF, STP പോലുള്ള STP വെൽഫെയർ പാർട്ടി പോലുള്ള സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇത്തരം തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പൊ അവരൊക്കെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് ഈ കാഫിർ പരാമർശം UDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായിരിക്കണമെന്നാണ് എന്റെ. അവരത് പിന്തുണ. പക്ഷേ ഇത്തവണ അതിൽ കേസിൽ പ്രതിയാണെന്നൊക്കെ പറഞ്ഞ ഈ മുഹമ്മദ് ഖാസിമിനെ പ്രതിയാക്കി നിർത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ മുഹമ്മദ് ഖാസിം അല്ലാതെ ഉണ്ടാക്കിയെന്നാണ് കേരള പോലീസ് തന്നെ പറയുന്നത്. അതൊക്കെ കേരളത്തിൽ പോലീസിന്റെ ശരിയായ അന്വേഷണം തന്നെയാണോ എന്ന് നമുക്കറിയാമോ? അപ്പൊ അതൊക്കെ ഒരു വിഷയത്തിൽ കേരള പോലീസിന്റെ അന്വേഷണം എന്തായാലും UDF-ന് അനുകൂലമായി വരാൻ സാധ്യതയുണ്ടോ? അതൊക്കെ പല പോലീസും പല നിയമനത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ കിടപ്പ്. അപ്പോ ഇതിന്റെ പിന്നിൽ വെൽഫെയർ പാർട്ടിയാണ്. അത് മുസ്ലിം ലീഗിനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രസ്താവന തന്നെയാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും തൽക്കാലം പോലീസിന്റെ ഭാഗത്തെ തെളിവുകൾ അങ്ങനെയല്ല പറയുന്നത്. മഞ്ചേരിയിൽ നിന്നും ശ്രീ മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് പറയാം. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. അവര് മുൻ ഒരാള് പറഞ്ഞു ശൈലജ ടീച്ചറെ പറ്റി മഹാമോശമായിട്ട് പറഞ്ഞു. എന്താ ശൈലജ ടീച്ചർ അവിടെ തുണി വെച്ചിട്ട് നടന്നൊക്കെ ചെയ്തിരുന്നു. ഇത്ര മോശമാക്കാൻ അതിന് ബുദ്ധിയില്ലേ, അത് വിവരമില്ലേ എന്നൊക്കെ പറയാം. അതൊന്നും നടന്നിട്ടൊന്നുമില്ല. പിന്നെ എന്തേലും പറയാന്നുള്ളതാണ് അതിന്റെ അർത്ഥമുള്ളത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവര് 4 വോട്ടിനും വേണ്ടിയിട്ട് ഇതിന്റെ അപ്പുറം പറയും ചെയ്യും. അതൊക്കെ സംഭവിച്ചതാണ് ഇവിടെ എന്റെ നാട്ടില്. ഇവിടെ പിന്നെ നബീസത്ത് ബേബി പറഞ്ഞ സ്ഥാനാർത്ഥി നിന്നിട്ട് രാത്രി ഖുർആൻ അച്ഛനെ ഇതെല്ലാം പാടെ പിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആള് കാണാതെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുത്തിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നത് ഡിസ്ട്രിക്ട് ബോർഡ് തെരഞ്ഞെടുപ്പിലാണ്. അപ്പോഴൊക്കെ വോട്ടിന് വേണ്ടിയിട്ടില്ലാതെ ഈ വോട്ടിന് വേണ്ടി ഇത്തരം ലക്ഷണം കേട്ട കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന അവർ തന്നെയാണ്. അതിൽ യാതൊരു സംശയമല്ല. അഭിപ്രായം വളരെ വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ ദീപു കൂടി ചേരുന്നുണ്ടോ? ശ്രീ ദീപു, ഏറെ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിൽ നിന്ന് വലിയ വിവാദങ്ങൾ ഉയർന്നതാണ് കാഫിർ പ്രയോഗത്തെയൊക്കെ സംബന്ധിച്ച്. ഒരു ലീഗ് പ്രവർത്തകനായിരുന്നു അതിൽ പ്രതി എന്നുള്ള മട്ടിലായിരുന്നു അന്ന് പോലീസിന്റെ ഇടതു മുന്നണിയുടെയും പ്രചരണമൊക്കെ. ഇപ്പോൾ അയാളല്ല എന്ന് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ആരായിരിക്കും യഥാർത്ഥ പ്രതി? അല്ല, ഞാൻ ഇങ്ങനെ ഒരു പ്രതലത്തിൽ നിന്നല്ല കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് കേരളം. പക്ഷെ അങ്ങനെ അല്ലാതെ നടക്കുകയാണെങ്കിൽ കേരളം ഏത് നിലയ്ക്കാണ് പോവുക എന്നുള്ളത് ആര് അത് ഉൽപ്പാദിപ്പിച്ചാലും മനസ്സിലാക്കുകയും അതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. കിരൺ ബാബു ഒരു നല്ല മാധ്യമ പ്രവർത്തകനാണല്ലോ. എന്താണ് കോടതിയിൽ നിങ്ങൾ പോലീസ് കൊടുത്തത്? പ്രഥമ ദൃഷ്ട്യാ പ്രതിയല്ലെന്നാണോ കൊടുത്തത്? ഇയാൾ പ്രതിയേ അല്ലെന്നാണോ കൊടുത്തത്? അത് ദീപു, താങ്കൾക്ക് പറയാവുന്ന കാര്യമാണ്. ഈ കേരള പോലീസ് ഇത്തരം ഒരു വിഷയത്തിൽ അന്വേഷിക്കുമ്പോൾ അവരുടെ കയ്യിൽ ഇത്തരം വിഷയത്തിൽ തെളിവ് കിട്ടുന്നതിലൊന്നും വലിയ പ്രയാസമുള്ള വിഷയമല്ല. അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടായിരുന്നെങ്കിൽ അവർ കൃത്യമായി തന്നെ കൊടുക്കുമായിരുന്നു. അതിനർത്ഥം വളരെ വ്യക്തമല്ലേ, ഇതുവരെ തെളിവൊന്നും കിട്ടിയിട്ടില്ല എന്ന് തന്നെയല്ലേ? അങ്ങ് പറഞ്ഞല്ലോ, ബാക്കി ഞാൻ പറയാം. അതായത് അപ്പം പ്രഥമ ദൃഷ്ട്യാ പ്രതിയല്ല എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് എന്താണ് അതിന്റെ തുടർ കാര്യം? വാട്സാപ്പ് ഫേസ്ബുക്കിന്റെ
ഇവിടുത്തെ മേധാവിക്കെതിരെ, അതായത് അവരോട് സഹായം അഭ്യർത്ഥിച്ചു. ഇതുമായി ബന്ധപ്പെട്ട അവരുടെ റിപ്പോർട്ടും അവരുടെ ഡീറ്റെയിൽസ് കൂടെ തരണ്ടേ ഇതൊന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ. അന്വേഷിച്ച് കണ്ടെത്താൻ അവർ റിപ്പോർട്ട് കൊടുക്കുന്നില്ലെന്നുണ്ട് അവരെ കൂടെ ഇതിനകത്ത് പരാതിയും മറ്റ് നടപടികളിലേക്കാണ് പോലീസ് പോയിരിക്കുന്നത്. അപ്പൊ ആ നിലയ്ക്കാണ് ഇത് കാര്യങ്ങൾ പോകുന്നത്. അല്ലാതെ ഇദ്ദേഹമല്ല എന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല. ഇദ്ദേഹമാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞു വരുന്ന സ്ഥിതിക്ക് പ്രഥമ ദൃഷ്ടിയ പ്രതി, അവർക്ക് ഇപ്പൊ അന്വേഷിച്ച സ്ഥിതിക്ക് അവർക്ക് ആവും വിധം അന്വേഷിച്ച സ്ഥിതിക്ക് പ്രഥമ ദൃഷ്ടിയ പ്രതിയല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ കോലാഹലങ്ങളും ഇപ്പം എന്താണ് പോരാളി ഷാജി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ വന്നതും എല്ലാം കൂടെ ക്ലബ് ചെയ്ത് ആകെ മൊത്തത്തിൽ ഒരു എന്താ പറയാ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷെ അത് വേറെയാണ്, ഇത് വേറെയാണ്. ഇത് വേറെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഇതാരാണെന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. പണ്ട് AKG സെന്റർ ബോംബ് പറഞ്ഞ് CPM പ്രവർത്തകരാണെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ SIT തലവനുള്ള വേറൊരു മാധ്യമ പ്രവർത്തകൻ ഇതുപോലെ ഇവിടെ അടിച്ചുവിട്ടുണ്ട്. അവർ ഇന്ന് വരെ മാപ്പ് പറഞ്ഞിട്ടില്ല ആ കാര്യത്തിൽ. കണ്ടുപിടിച്ചാൽ ആരെങ്കിലും പ്രതിയാണ് എന്ന് പറയുന്നില്ല. പക്ഷേ എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഇത് ഏത് മുന്നണി പ്രയോഗിച്ചാലും വെറും തരംതാണ രാഷ്ട്രീയ മാർഗമാണ് വോട്ടിന് വേണ്ടി പ്രയോഗിച്ചത്. അതിന് ആരായാലും അത് കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ട്. എന്തായാലും പ്രാഥമികമായി അയാൾ അല്ല, അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിയാണെന്ന് സംശയിക്കുന്ന ആൾ അല്ല എന്നുള്ളതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അതിനപ്പുറത്തേക്ക് വിലയിരുത്തലുണ്ടെങ്കിൽ കേരള പോലീസ് കണ്ടെത്തട്ടെ. അത് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം, തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അങ്ങനെയാണെങ്കിൽ കേരള പോലീസിന് തന്നെയുണ്ട്. ആ പാപക്കറയിൽ നിന്ന് മാറേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ രണ്ട് മുന്നണികൾക്കും വ്യക്തമായി തന്നെയുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കേണ്ടതല്ല വർഗീയത, അതും ഇത്തരം തരംതാണ വർഗീയത എന്നതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഷിനോയാണ് വർക്കലയിൽ നിന്നും. ശ്രീ ഷിനോയ്, താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? ഇത് എന്റെ ഒരു ഇതിൽ വെച്ചിട്ട് ഇത് ഷാഫി പറമ്പിലിനെ പരാജയപ്പെടുത്താനായിട്ട് കളിച്ചിട്ടുള്ള ഒരു ഡ്രാമയായിരുന്നു. ഇത് ഇടതുപക്ഷങ്ങൾ ചെയ്തിട്ടുള്ള ഡ്രാമയാണ്. പോലീസിന് ഒരുപാട് സമ്മർദ്ദമുണ്ട്. എല്ലാവർക്കും അറിയാം ഇത് ആരാണ് ചെയ്തതെന്നുള്ളത്. പക്ഷെ അത് പോലീസിന് ഒരുപാട് സമ്മർദ്ദമുണ്ട്. ഇതിൽ നിന്ന് കാര്യം വ്യക്തമാണ്. ഇപ്പൊ തന്നെ നമുക്കൊന്ന് ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ ഈ തരം താഴ്ന്ന കാലത്തിലൂടെ 2014 തൊട്ട് ഇതുവരെ 7% വോട്ട് ഇടതുപക്ഷത്തിൽ നിന്ന് സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ട്. അത്രമാത്രം മനസ്സിലാക്കിയത് ആളുകൾ പൊട്ടന്മാരല്ല. കാര്യം ഇന്ന് ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. സോഷ്യൽ മീഡിയയിലാണെങ്കിലും പത്രം വായിച്ചിട്ടാണെങ്കിലും ഒക്കെ അറിയാം. പണ്ടത്തെ പോലെ അല്ല, ആളുകൾക്ക് എല്ലാം അറിയാം. ഇത് ഷാഫി പറമ്പിലിനെ പരാജയപ്പെടുത്താൻ വേണ്ടി കളിച്ച ഒരു ഡ്രാമയായിരുന്നു. അത് പക്ഷെ ചീറ്റിപ്പോ. പാലക്കാട് നിന്നും ജിബിൻ കൂടി ചേരുന്നുണ്ടോ? ശ്രീ ജിതിൻ, താങ്കളുടെ അഭിപ്രായം പറയാം. അതായത് ഈ കേസിൽ പ്രതിയെ കേരള പോലീസ് കണ്ടെത്തുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ കേരള പോലീസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ അതിപ്രസരം കേരള പോലീസിൽ വന്നിരിക്കുന്നു. അവരുടെ ആരോപണങ്ങൾ പോലീസിന് നേരെ ഉയരാറില്ലേ? ഈ കാലത്ത് മാത്രമല്ലല്ലോ. അല്ല, ആ കാലത്തും പോലീസിനെതിരെ ആരോപണങ്ങൾ സ്വാഭാവികമായിട്ട് വരും. അങ്ങനെ ആരോപണം വരുമ്പോൾ അതിനെ പോലീസിനെ ന്യായീകരിക്കാൻ മാധ്യമങ്ങളോ കേരളത്തെ പോലീസിനെ എതിർക്കുമ്പോൾ കേരളത്തെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ആ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തൊന്നും ആരും വന്നിട്ടില്ല. പോലീസിന്റേതായ രീതിയിൽ വിമർശിക്കും. ഇന്നിപ്പോ പോലീസിനെ വിമർശിച്ചാൽ മുഖ്യമന്ത്രി വിമർശിക്കുന്നു എന്ന രീതിയിലാണ് വരുന്നത്. കാരണം ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഇന്നിപ്പോ കേരളത്തിൽ വിമർശനം കേൾക്കാത്ത ഒരു വകുപ്പ് പോലീസാണ്. കാരണം അവരെ വിമർശിക്കുമ്പോൾ അപ്പൊ തന്നെ ന്യായീകരണ തൊഴിലാളികൾ ഇറങ്ങും, അയ്യോ മുഖ്യമന്ത്രി വിമർശിക്കുന്നേ എന്ന് പറഞ്ഞിട്ട്. പോലീസ് എന്നും വിമർശിക്കപ്പെടുമ്പോൾ അവിടെ ക്രിയാത്മക ശേഷി പോലീസിന് വർദ്ധിക്കുന്നു. ഇതിപ്പോ വിമർശനങ്ങളൊന്നും കേൾക്കാതെ സൗകര്യപൂർവ്വം ഇരിക്കുകയാണ് കേരള പോലീസ്. ജയകുമാർ കൂടി ചേർന്നു തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ജയകുമാർ, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വേദിയിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തത്ര മോശപ്പെട്ട തരത്തിലുള്ള പ്രചരണമാണ് ഈ കാഫിർ പ്രയോഗവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ടായത്. വടകരയിൽ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായി. ആരാണ് ഈ കാഫിർ സംഭവത്തിൽ യഥാർത്ഥ പ്രതി എന്നാണ് താങ്കൾ കരുതുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. ഈ സാധാ രീതിയിലുള്ള വോട്ട് പിടുത്തമൊക്കെ ഈ മാർക്സിസ്റ്റ് പാർട്ടി നിർത്തിയപ്പോ വർഗീയത മാത്രമാക്കി കുറെ കാലം കൊണ്ട് വർഗീയത മാത്രം പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത്. വർഗീയതയും കലാപം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് പിണറായി വിജയൻ വന്നേ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനല്ലാതെ കണ്ടെത്തിയിട്ട് പോലും CPM-ന് ഇയാൾ എങ്ങനെയെങ്കിലും കുറ്റക്കാരനാക്കിയേ പറ്റുള്ളൂ എന്നുള്ള മട്ടിലാണ് അവരുടെ പോക്ക് ഇപ്പോഴും. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാല് ഈ ശൈലജ ടീച്ചർ പല പ്രാവശ്യം പലരും മാറ്റി പറഞ്ഞു. അവരുകൂടെ പറഞ്ഞപ്പോഴാണ് കുറച്ച് മാന്യമായ ഒരു സ്ത്രീയായ അവരുകൂടെ പറഞ്ഞപ്പോഴാണ് ജനം മൊത്തം ഇത് ഏറ്റെടുക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഇത് വീണ്ടും ഇയാളെ നിലയിൽ തന്നെ കലക്കി തിരിച്ചു കൊണ്ടുവരും. AKG സെന്ററിലെ ബോംബ് വെച്ചിട്ട് ഒരാളിനെ പിടിച്ചെന്ന് വെച്ചിട്ട് അയാളെ അഡ്രസ് പോലും കാണാനില്ല, അയാളെ ഒരു അറിവും കാണാനില്ല. അതുപോലെ തന്നെ ഇതും
AK സെന്ററിലെ പടക്കം എറിഞ്ഞ ആളുടെ ഒക്കെ അറസ്റ്റ് ചെയ്യുകയും അതിന്റെ കേസിൽ ഇനി ഒരാളെ കൂടി ആണെന്ന് തോന്നുന്നു കിട്ടാനുള്ളത്. അതിൽ അല്ലാതെ പിന്നെ അഡ്രസ് ഇല്ലാത്ത അവസ്ഥയൊന്നുമില്ല. അത് CPM പ്രവർത്തകരാണെന്ന ഹോട്ടലിലൊക്കെയുള്ള പ്രചരണം തെറ്റായിരുന്നു എന്ന് പിന്നീട് തെളിയുകയും ചെയ്തിട്ടുണ്ട്. ആ സംഭവത്തെ ഇതിനെ നമ്മൾ കൂട്ടി യോജിപ്പിക്കേണ്ടതില്ല. മര്യാദയ്ക്ക് പോയി ഒരുത്തിന്റെ പേരിൽ കേസ് എടുത്തിട്ട് അയാളെ കോടതി ജാമ്യം കൊടുത്ത് വിട്ടിട്ടില്ലേ? ഉടനെ അല്ലേ? ശരി, മറ്റു പ്രശ്നം കൂടിയുണ്ട്. മഹറൂഫാണ് മലപ്പുറത്ത് നിന്നും. ശ്രീ മഹറൂഫ്, താങ്കളും അറിഞ്ഞു കാണും, തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ഒരു വലിയ വിവാദമായിരുന്നു ഈ കാഫിർ പ്രയോഗവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. സ്ഥാനാർത്ഥികളുടെ മതം നോക്കി മതത്തിനനുസരിച്ചൊരു പ്രചരണം നടത്തി അത് വ്യാജ ഒരു സ്ക്രീൻഷോട്ട് വരുന്നു, അത് വ്യാജമാണ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ അവസാനം തെളിയേണ്ടതാണ്. പക്ഷേ എന്തായാലും ആ കേസിന്റെ പേരിൽ അത് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ ആ മെസ്സേജ് ഇട്ടു എന്ന് പറയുന്ന ആളല്ല പ്രഥമ ദൃഷ്ടി അയാൾക്കെതിരെ തെളിവുകളൊന്നുമില്ല എന്ന് പോലീസിന് തന്നെ പറയേണ്ടി വരുന്ന അവസ്ഥ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശരിക്കും UDF-നെതിരെ ഉള്ള ഒരു ആരോപണമായിട്ടല്ല കാണുന്നത്. ഷാഫിയെ ടാർഗറ്റ് ചെയ്ത് വന്നതാണെന്ന് നമുക്ക് തോന്നുന്നു. കാരണം ഷാഫി ഒരു ഉമ്മൻചാണ്ടി സ്റ്റൈലിൽ പോകുന്ന ഒരാളാണ്. പുള്ളിക്ക് കിട്ടുന്ന ഒരു ജനകീയത, അതിൽ വിളറി പോണ്ട ആൾക്കാരാണ് അതിന് പിന്നില്. നമ്മൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഷാഫി അവിടെ ചെന്നാലും ഒരു ജനക്കൂട്ടം, ഒരു പ്രത്യേക വൈബ് വന്നപ്പം CPM-നെ രാഷ്ട്രീയമായിട്ട് ജയിക്കൂലെന്ന് തോന്നി. അപ്പോ CPM-ന്റെ പിന്നിലുള്ള ആൾക്കാരും അവരുടെ ബുദ്ധികളാണ് ഇതിന്റെ പിന്നില്. അവര് അപ്പൊ രാഷ്ട്രീയമായിട്ട് ജയിക്കില്ല എന്ന് മനസ്സിലായപ്പോ ന്യൂനപക്ഷ വോട്ട് ഏകീകരണം വരുമ്പോൾ ഭൂരിപക്ഷ വോട്ട് അവിടെ ഏകീകരിച്ച് LDF-ന് അനുകൂലമാകുന്നു. ശരി, മറ്റു പ്രശ്നം കൂടിയുണ്ട്. മാളയിൽ നിന്നും പ്രസന്നാണ്. ശ്രീ പ്രസന്നൻ, താങ്കൾ ഈ വിവാദം അറിഞ്ഞു കാണുമല്ലോ. പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിനെ കുറിച്ച് അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് പറയാനുള്ളത്? സാർ, എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, നമ്മുടെ രാജ്യത്ത് ഈ വിധത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഒട്ടും ശരിയല്ല. ഏതെങ്കിലും ഭാഗത്തുനിന്ന് ആരുടെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ നേതാക്കൾ ഇടപെട്ട് അപ്പൊ തന്നെ അത് തല്ലി, അതായത് വെള്ളം ഒഴിച്ചു കിടത്താനുള്ള ഒരു പ്രവണത എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കുണ്ട്. പിന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ എന്താ പറയാ, ഇന്നത്തെ കാലത്ത് ഈ ടെക്നോളജി ഇത്രം വികസിച്ച ഒരു കാലത്ത് ഇത് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചാൽ എന്റെ ഒരു പരിമിതമായ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ ഇത് അധിക സമയമൊന്നും വേണ്ട, അതിക്കുള്ളിൽ കണ്ടെത്താൻ പറ്റുമെന്നാണ്. ഈ വാട്സപ്പ് സന്ദേശങ്ങൾ ഇതൊക്കെ അതിന്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇതിപ്പോ ഇഴഞ്ഞു നീങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മളിപ്പോ എന്താ പറയാ, ഈ നമ്മുടെ രാജ്യത്ത് ഈ ചില കാര്യങ്ങൾ അങ്ങനെ പോവുള്ളൂ എന്നുള്ള ഒരു സ്ഥിതി വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്നും അനിയൻ കുട്ടൻ കുഴിച്ചിരുന്നു. ശ്രീ അനിയൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സാറേ നമസ്കാരം. പറഞ്ഞോളൂ. ഇത് തെരഞ്ഞെടുപ്പിന് തുടങ്ങിയപ്പോൾ മുതലേ തുടങ്ങിയ ഒരു പരിപാടി, അവിടെ വർഗീയത, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ജനാധിപത്യം പറഞ്ഞല്ലേ ഇവിടെ വോട്ട് പിടിച്ചത്. അതൊരു 3-4 മണ്ഡലത്തിൽ ഈ എടുത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥമായിട്ട് പ്രതി അവർ തന്നെയാണ്. വിശദമായിട്ട് ഇപ്പം ഇന്നലെ തന്നെ ഓരോ ന്യൂസ് കാണുമ്പോൾ തന്നെ KK എരിയ MLA അവരുടെ പേരിലും ഒക്കെയാണ് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിസ്സാരമായ രീതിയിൽ പോലീസിനെ ഒന്ന് അവരെ അന്വേഷിക്കാൻ വേണ്ടുന്ന അവരെ ഒന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തുമ്പി കല്ല് പൊങ്ങിക്കൊണ്ട് വരുന്ന പോലെ പൊങ്ങിക്കൊണ്ട് വരും. പക്ഷേ എനിക്ക് അന്വേഷണമില്ല. ഇതിങ്ങനെ എഴിഞ്ഞു നീങ്ങി സംസ്ഥാനത്ത് ഒരു വർഗീയ വിവരണം നടത്തി ജയിക്കാൻ തുടങ്ങി. ഇതൊന്നും ഈ കാലഘട്ടത്തിൽ നടക്കുന്നവരെ ഇങ്ങനെയൊന്നും പോകരുത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഷാജിയാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ ഷാജി, തെരഞ്ഞെടുപ്പ് കാലത്ത് 4 വോട്ടിന് വേണ്ടി പച്ച വർഗീയത പറയുന്ന പ്രചരണമാണ് ഉണ്ടായത്. അത് ആരുടെ ഭാഗത്ത് നിന്നാലും ആരാണ് എന്ന് ഇപ്പോൾ പ്രതിയെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ആദ്യം കണ്ട പ്രതിയല്ല, പ്രഥമ ദൃഷ്ട്യാ അയാൾക്കെതിരെ തെളിവില്ല എന്നത് പോലീസിന്റെ റിപ്പോർട്ട് വരുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പ്രഥമ ദൃഷ്ട്യാ പോലീസ് തെളിവില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഭരിക്കുന്ന ഭരണകക്ഷിയുടെ ഒരു MLA ഇതിൻ്റെ അകത്ത് പങ്കുണ്ട്. ആ MLA KK ശൈലജയെ തോപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഷാഫി പറമ്പിലിനെ കരുവാക്കുകയായിരുന്നു ചെയ്തത്. ഷാഫി പറമ്പിലിനെയും ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് പ്രസ്ഥാനത്തെ കരുവാക്കുകയാണ് ചെയ്തത്. ശരി, ഓക്കെ. ഗിരിധരനാണ് കീച്ചേരിയിൽ നിന്നും. ശ്രീ ഗിരിധരൻ, ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ താങ്കൾക്ക് അറിവുള്ളതാണല്ലോ. ഇതിൽ ഏതു പക്ഷത്താണ് ശരിയെന്നാണ് താങ്കളുടെ ഒരു തോന്നൽ? ഈ മലബാറില് മതേതരത്വത്തിന്റെ പ്രതീകമായ മലബാറിൽ KG അടിയോടി കുറി തൊട്ട കോഴിക്കോട്ട് ജയിപ്പിച്ച ചരിത്രമുള്ളപ്പം കോഴിക്കോട് കരീമിനെ കരീമക്കായും ഷാഫിയെ വർഗീയവാദിയായി ചിത്രീകരിച്ച അങ്ങേയറ്റം തെറ്റായിപ്പോയി. ആ തെറ്റ് ശരിയെന്ന് തെളിയിച്ച കേരള പോലീസിനാണ് അഭിനന്ദനങ്ങൾ. ശരി, മറ്റ് പ്രശ്നം കൂടിയുണ്ട്. സന്തോഷാണ് കൊച്ചുവേളിയിൽ നിന്നും. ശ്രീ സന്തോഷ്, താങ്കളും ഈ വിവാദമൊക്കെ അറിഞ്ഞു കാണുമല്ലോ. കേരളത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ പോലീസിന്റെ റിപ്പോർട്ട്, തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ചയായിരുന്നു ഈ കാഫിർ വിവാദമൊക്കെ. അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഇറങ്ങിയില്ല എന്നും പറഞ്ഞു. ഒരു കൂട്ടർ പറയുന്നു ഞങ്ങൾ അങ്ങനെ ഇറക്കിയിട്ടില്ല, നിങ്ങൾ വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന്. മറുകൂട്ടർ പറയുന്നു അങ്ങനെയല്ല, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്?
സാർ അത് ഒരിക്കലും അത് കണ്ടുപിടിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ആഭ്യന്തരമന്ത്രി രാജിവെക്കാതെ ആഭ്യന്തരമന്ത്രി പിണറായി ഭരിക്കുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഒന്ന്. രണ്ടാമത്തത്, ഒരു 18 വയസ്സ് രാഷ്ട്രീയം കണ്ടു നടക്കുന്ന ഞങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവർ എല്ലാ തെരഞ്ഞെടുപ്പിലും ഇതേമാതിരിയുള്ള വർഗീയതകൾ പ്രചരിപ്പിക്കും. കാരണം അവർക്ക് കിട്ടുന്ന പരമ്പരാഗത വോട്ടായ SNDP വോട്ടൊക്കെ വളരെ കുറയാണ് അവർക്ക്. എല്ലാ മേഖലയിലും വർഗീയത മാത്രമാണ്. അത് ചെറിയ നേതാക്കന്മാർ മുതൽ വലിയ നേതാക്കന്മാർ. മറ്റു പ്രശ്നം കൂടിയുണ്ട്. ആലപ്പുഴയിൽ നിന്നും ശ്രീ ബാബു ആണ്. ശ്രീ ബാബു, താങ്കൾക്ക് പറയാം. ഹലോ, ഇത് രാജ്യത്തെ വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്ന BJPയുടെ അതേ നാണയത്തിലുള്ള CPMന്റെ കപട വർഗീയ പ്രീണനമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് താങ്കൾ ആ TV മ്യൂട്ട് ചെയ്ത ശേഷം സംസാരിക്കാം. പറഞ്ഞോളൂ. അതിന് കുടപിടിക്കുന്ന രീതിയിലുള്ള സമീപനമാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ദയവ് ചെയ്ത് പ്രേക്ഷകർ പൊതുവേദിയിൽ പ്രതികരിക്കുമ്പോൾ TV മ്യൂട്ട് ചെയ്ത ശേഷം വേണം പ്രതികരിക്കാൻ. TVയിൽ നിങ്ങളുടെ സൗണ്ട് എത്തുന്നതും നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്നതുമായി ഏതാനും മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി ഈ പ്രതികരണം നടത്താൻ കഴിയില്ല. അതുകൊണ്ട് TV പൂർണ്ണമായി മ്യൂട്ട് ചെയ്യുക, അതിനുശേഷം ഫോണിലൂടെ പ്രതികരിക്കുക. കൃഷ്ണൻകുട്ടിയാണ് പെരുമ്പാവൂരിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കോൺഗ്രസിന് പൊട്ടിക്കാനുള്ള ഒരു പരിപാടി ഷാഫി പറമ്പലിന്റെ വോട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷക്കാർ കാണിച്ച അതിപ്പോ എല്ലാ സ്ഥലത്തും തന്നെ ഇവര് ഈ പരസ്യമായിട്ടൊക്കെ പറയുന്ന സഹാക്കളുണ്ട്. അത് നമുക്കറിയാവുന്ന. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഈ വിഷയത്തിൽ മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ. കബീറാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ കബീർ, താങ്കൾ അറിഞ്ഞു കാണുമല്ലോ ഈ കാഫിർ വിവാദവും. ഇപ്പോൾ പോലീസ് അതിൽ ഒരു യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റോ സെക്രട്ടറി ഒക്കെ ആയിരിക്കുന്ന ഭാരവാഹിയായിരിക്കുന്ന ഒരാൾക്ക് നേരെയായിരുന്നു, മുഹമ്മദ് ഖാസിം എന്ന് പറയുന്ന ആളിന് നേരെയായിരുന്നു ആരോപണം ഉയർന്നിരുന്നത്. അയാളെയാണ് പ്രതി ചേർത്തത്. അയാൾ തന്നെ കേരള ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതിയിൽ കേരള പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുമ്പോൾ പ്രാഥമികമായി അയാൾ തെറ്റ് ചെയ്തു എന്ന് തന്നെ യാതൊരു തെളിവുമില്ല എന്നുള്ള റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശ്രീ കബീർ, പറയാം. ഏലിയാസ് ആണ് പിറവത്തൊന്നും. ശ്രീ ഏലിയാസ്, താങ്കൾ ചോദ്യം കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കബീറിനോടായിരുന്നു ചോദിച്ചെങ്കിലും താങ്കൾക്ക് പറയാം. ഹലോ, ശ്രീ ഏലിയാസ് അല്ലേ? വടകരയിൽ താങ്കൾ ആ TV ഒന്ന് മ്യൂട്ട് ചെയ്യുവോ? അതിനുശേഷം സംസാരിക്കാം. സാറേ, ശൈല ടീച്ചറാണ് മത്സരിക്കുമ്പോൾ വടകരയിൽ ശൈല ടീച്ചർ മത്സരിക്കും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചോടെ മത്സരിച്ചേ. താങ്കൾ ആ TV മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ശരി, എന്തായാലും താങ്കൾ, ഞാൻ ആവർത്തിച്ച് പറയുകയാണ് പ്രേക്ഷകരോട്, ദയവേത് പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ TV മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായി കമ്മ്യൂണിക്കേഷൻ നടക്കില്ല, സമയത്തിന് ചെറിയ വ്യത്യാസമുണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും പൊതുവേദി ഇനിയും തുടരും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ക്ഷമിക്കണം, ഇടവേളയിലേക്ക് നമുക്ക് ഒരു അല്പസമയം കൂടിയുണ്ട്. അജയകുമാറാണ് ആറ്റിങ്ങലിൽ നിന്നും. ശ്രീ അജയകുമാർ, താങ്കൾ ഈ വിവാദമൊക്കെ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയതും പോലീസ് നൽകിയ റിപ്പോർട്ടും ഒക്കെ താങ്കൾ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ, ഇത് ഇന്നും ഇന്നലെ ഒന്നും അല്ല. ഞാനും ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനൊക്കെ ആണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല. ഈ വർഗീയത എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ പാർട്ടിക്കാരും ഓരോ കാര്യത്തിനനുസരിച്ച് ഓരോ ഇലക്ഷന് ആ സമീപനം കൊള്ളുന്നുണ്ട്. പക്ഷെ ഇത് അമിതമായി പോയി. ജനങ്ങളെ ഒരു സൈസ് വട്ടുപിടിപ്പിക്കുകയാണ്. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല. ഇപ്പൊ ഇടതില്ല, ഇന്ത്യ ഉണ്ട് സാർ. അപ്പം ഇവരുടെ ഓരോ പ്രവൃത്തിയും ഇങ്ങനെയാണ്. എന്താ ചെയ്യുക? ജനങ്ങൾ മണ്ടരാണെന്നാണ് അവരുടെ രീതി. ഇതിൽ ജനം മണ്ടരല്ല, ജനം വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ഓക്കെ സാർ. എപ്പോഴും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അറിയേണ്ടത് അങ്ങനെയാണ്. ജനങ്ങളെ എപ്പോഴും പറ്റിക്കാമെന്നോ അല്ലെങ്കിൽ മണ്ടന്മാരാണെന്നോ കരുതരുത്. അതിന് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ജനങ്ങൾ ചിലപ്പോൾ ചിലതൊക്കെ വിശ്വസിച്ചേക്കാം. പക്ഷേ എപ്പോഴും എല്ലാവരെയും ആ തരത്തിലൊക്കെ ഒന്നും വിശ്വസിപ്പിക്കാൻ കഴിയില്ല. ഹക്കീമാണ് കാസർഗോഡ് നിന്നും. ശ്രീ ഹക്കീം, താങ്കൾ ഈ വിവാദം അറിഞ്ഞു കാണുമല്ലോ, താങ്കൾക്ക് പറയാം. അല്ല, ഇതിപ്പോ കേരള പോലീസിന് നല്ല വിവരമുണ്ട് ഇതിനെക്കുറിച്ചിട്ട്. സൈബർ പോലീസിന് തന്നെ ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവര് മിടുക്ക് കാണിക്കേണ്ട ഈ സമയത്താണ്. അവർ മിടുക്ക് കാണിച്ചാൽ ഇത് പുറത്തു വരുമെന്നാണ് എൻ്റെ അഭിപ്രായം.
ശരി, നമ്മുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. കേരള പോലീസിന് അത്തരം കേസുകളൊക്കെ അന്വേഷിക്കാനും തെളിവ് കണ്ടെത്താനും ഒക്കെ കഴിവുള്ള പോലീസ് തന്നെയാണ്. അവർ അത്തരം തെളിവുകൾ കണ്ടെത്തി സത്യം പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഇതാര് ചെയ്താലും ഇത് മോശപ്പെട്ട ഒരു പ്രവണതയാണ്. അതിന് ഇത് മറ്റ് എതിർ മുന്നണിയാണ് ചെയ്തതെന്നൊക്കെ ആരോപണം ഉന്നയിച്ചവർ പോലും ഇത്തരം പ്രവണതകൾ ഉണ്ടാവരുത് എന്ന തരത്തിൽ തന്നെയായിരുന്നു പ്രതികരണം ഉണ്ടായത്. അത് ശുഭോദർക്കമായ ഒരു നീക്കം തന്നെയാണ്. കേരളത്തിൻ്റെ പൊതു മനസാക്ഷി ഇത്തരം മോശപ്പെട്ട പ്രവണതകൾക്ക് എതിരാണ് എന്നതുകൂടി തെളിയിക്കുന്നതാണ്. എന്തായാലും ന്യൂസ് 18 പൊതുവേദി നാളെ മറ്റൊരു വിഷയവുമായി.